ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് കുറച്ച് PYQ ഡിസ്കഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടും നമ്മൾ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കുട്ടികൾ ചോദിച്ചു ഇംഗ്ലീഷിൽ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത്. നമ്മളുടെ സാധാരണഗതിയിൽ കേട്ടിട്ട് കാറ്റഗറി 1-നും 2-നും അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ രണ്ട് വേർഷനിലും, അതായത് മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു പേപ്പറിൽ തന്നെ ഒരു സൈഡിൽ മലയാളവും അപ്പുറത്തെ സൈഡിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മലയാളത്തിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന LP UP എക്സാമുകൾ, അതുപോലെ തന്നെ HSC എക്സാമുകൾ എഴുതുക എന്നുള്ളതാണ്. അവിടെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് മലയാളത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതലും മലയാളത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേട്ടിട്ട് 3 കാര്യം കൂടെ കൂടുതലായി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇനി ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് കേട്ടിട്ട് 1-നും 2-നും അതുപോലെ തന്നെ 4-നും ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ അധികം ആരും ശ്രദ്ധിക്കാത്ത ചില പോയിന്റ്സും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, സമയം കളയണ്ട, ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈൻ ഓഫ് ആൻ ഇൻ്റലിജൻറ്റ് യങ് ചൈൽഡ്? അതായത് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ സൈൻ അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളുടെ സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഓൾറെഡി നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ കുറേ ടെൻഷൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് ഈ നോട്ട് എന്ന് പറയുന്ന ഒരു വേർഡ്, അല്ലേ? എന്താണ്, നമുക്ക് സൈൻ ഓഫ് എൻ ഇൻ്റലിജൻറ്റ് ചൈൽഡ് അത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നോട്ട് എ സൈൻ ഓഫ് എൻ ഇൻ്റലിജൻറ്റ് ചൈൽഡ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിലപ്പോൾ അതങ്ങോട്ട് ശ്രദ്ധിക്കില്ല. അപ്പോൾ 1-2 മാർക്കിന് കേട്ടിട്ട് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വായിക്കുന്നതിലെ തെറ്റുകളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചു തരാൻ എക്സാം ഹാളിൽ നിങ്ങൾ തന്നെയുള്ളൂ. നിങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ വായിക്കേണ്ടതും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യേണ്ടതും ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തേണ്ടതും. അത് നിങ്ങൾക്ക് തന്നെ അറിവുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളതിലെ ഏതാണ് ഒരു ഇൻ്റലിജൻറ്റ് ചൈൽഡിൻ്റെ സൈൻ അല്ലാത്തത്? 4 ഓപ്ഷൻസ് ഉണ്ട്. 1 who carries on thinking in an abstract manner. 1 who can adjust oneself in a new environment. Third option, 1 who has an ability to cram long essays very quickly. Fourth option, 1 who has ability to communicate fluently and appropriately. ഇങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നോട്ട് എ സൈൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ എ എന്താണ്? അബ്സ്ട്രാക്ട് തിങ്കിങ് ആണല്ലേ. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റുക, അബ്സ്ട്രാക്ട് ചെയ്തിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുക. അതൊരു ഇൻ്റലിജൻറ്റ് ചൈൽഡിൻ്റെ പ്രത്യേകതയാണ്. ഇനി രണ്ടാമത്തെ എന്താണ്, നമുക്ക് കിട്ടുന്ന പുതിയൊരു സിറ്റുവേഷനിൽ, പുതിയൊരു എൻവയോൺമെൻറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഇൻ്റലിജൻറ്റ് ചൈൽഡിൻ്റെ പ്രത്യേകതയാണ്. എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യത്തിനനുസരിച്ച് അതിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷേ ഒരു ഇൻ്റലിജൻറ്റ് ചൈൽഡിന് അതിന് പറ്റും. ഇനി മൂന്നാമത്തേത് നോക്കൂ, 1 who has an ability to cram long essays very quickly. അതായത് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, വളരെ പെട്ടെന്ന് എസ്സേസ് ക്രാം ചെയ്യാനായിട്ട് പറ്റുന്നു. ക്രാം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പോയിന്റ്സുകൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് തിരികെ കയറ്റുക, അല്ലെങ്കിൽ ലോങ് എസ്സേസ് ഇങ്ങനെ വെറുതെ വാരി വലിച്ച് എഴുതുക. അതെന്തല്ല, അതൊരു ഇൻ്റലിജൻറ്റ് ചൈൽഡിൻ്റെ പ്രത്യേകതയുടെ കൂട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി ഓപ്ഷൻ 4 കൂടെ ഒന്ന് നോക്കൂ, 1 who has an ability to communicate fluently and appropriately. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എഫക്റ്റീവായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? മൂന്നാമത്തെയാണ് ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്? 1 who has an ability to cram long essays very quickly. അത് ഒരു ഇൻ്റലിജൻ്റ് ചൈൽഡിൻ്റെ സൈൻ അല്ല. ബാക്കിയൊക്കെ തന്നെ എന്താണ്, ഇൻ്റലിജൻ്റ് ചൈൽഡിൻ്റെ പ്രത്യേകതയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഈസ് ദ പ്ലേസ് where the child's cognitive development is defined in the best way? ഏത് അറ്റ്മോസ്ഫിയറിലാണ് ഒരു കുട്ടിയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നടക്കുന്നത്? അപ്പോൾ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എവിടെയാണ് നടക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം.
ഓഡിറ്റോറിയം, ഹോം, പ്ലേ ഗ്രൗണ്ട്, സ്കൂൾ ആൻഡ് ക്ലാസ് റൂം എൻവയോൺമെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം കിട്ടും. എവിടെയാണ് ഒരു കുട്ടിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ നടക്കുന്നത്? ഏത് അറ്റ്മോസ്ഫിയറിലാണ്? സ്കൂൾ ആൻഡ് ക്ലാസ് റൂം എൻവയോൺമെന്റ് അല്ലേ. ക്ലാസ് റൂമിൽ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്? പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും നമ്മുടെ തലയിലേക്ക്, നമ്മുടെ മെമ്മറിയിലേക്ക് പുതിയ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നതും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ, the stage in which a child begins to think logically about objects and events is known as the. അതായത് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കുറച്ച് സ്റ്റേജസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്റ്റേജസിൽ നിന്ന് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എപ്പോഴാണ് ഒരു കുട്ടി ലോജിക്കലി കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്, ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ ഈ 4 സ്റ്റേജുകളും നമുക്ക് നല്ല പരിചയമാണ്. കാരണം എന്താണ്, ഏത് ഉറക്കത്തിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ റെഡിയായി പാകത്തിന് പിയാഷയുടെ തിയറി പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിയാഷയുടെ തിയറിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മൂപ്പരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 4 സ്റ്റേജിൽ കൂടെയാണ് ഒരാളുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോ ഏത് ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് ഒരാൾ ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എപ്പോഴായിരിക്കും? നോക്കാം നമുക്ക് ഏതാണ് ഉത്തരം ഇന്ന്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഒരു കുട്ടി എന്ത് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്? ലോജിക്കൽ തിങ്കിങ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലോജിക്കൽ തിങ്കിങ്, സീരിയേഷൻ, ക്ലാസിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി പഠിച്ചെടുക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഇനി ഇതും കഴിഞ്ഞാണ് എന്ത് വരുന്നത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത്. അതൊന്നും കൂടി ഹൈ ലെവലാണ്. ആ ഒരു സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴേക്കും കുട്ടി എന്തിനുള്ള കഴിവ് നേടിയിട്ടുണ്ട്? അബ്സ്ട്രാക്ട് ലോജിക്കൽ തിങ്കിങ് നേടിയെടുത്തിട്ടുണ്ടായിരിക്കും. ഹൈപ്പോതെറ്റിക് ഡിഡക്റ്റീവ് റീസണിങ്, ഇതൊക്കെ കുട്ടി കാണപ്പെടുന്നത്, കുട്ടി ചെയ്യുന്നത് ഏത് സ്റ്റേജിൽ എത്തുമ്പോഴാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ്. ഇനി 4 സ്റ്റേജുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഏതാണ്? ഒന്നാമത്തേത് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. എന്താണ് ഈ സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ പ്രത്യേകത? ഇവിടെ കുട്ടി നേടിയിട്ടുള്ള ആകെ കൂടിയുള്ള കഴിവെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. ഒബ്ജക്ട്സ് എല്ലാതും എന്താണ്? പെർമനന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് കുട്ടിക്ക് ഓർമ്മയുള്ളത്. ആ ഒരു വസ്തു സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഈ രീതിയിലാണ് കുട്ടി സെൻസറി മോട്ടോർ സ്റ്റേജില് തിങ്കിങ് നടത്തുന്നത്. വളരെ ചെറിയ മക്കളുടെ കാര്യമാണ് പറയുന്നത്. ബർത്ത് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് പിയാഷെ ഈ ഒരു സ്റ്റേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്തതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് പിയാഷെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സമയമൊക്കെ എത്തുമ്പോഴത്തേക്കും എന്താണ്, കുട്ടികൾക്ക് ചിത്രങ്ങളിൽ കൂടെയൊക്കെ കാര്യങ്ങൾ അത്യാവശ്യം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ കുട്ടിയുടെ തിങ്കിങ് ഇപ്പോഴും എങ്ങനെയാണ്? ഈഗോ സെൻട്രിക് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ഞാനാണ് എന്നുള്ള രീതിയിലാണ് കുട്ടി ചിന്തിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിന്റെ പ്രത്യേകത പറഞ്ഞു. അതുപോലെ തന്നെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിന്റെ പ്രത്യേകതയും പറഞ്ഞു. അപ്പോൾ ലോജിക്കൽ തിങ്കിങ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടി ശരിയായ രീതിയിൽ ലോജിക്കൽ തിങ്കിങ് നടത്തുന്നത്, അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് ലോജിക്കൽ തിങ്കിങ് ഒക്കെ നടത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബിഗിൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. To make assessment a useful and interesting process, one should be careful about. അതായത് അസസ്മെന്റ് വളരെ യൂസ്ഫുള്ളും അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോസസ് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആസ് എ ടീച്ചർ എന്ന നിലയിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓപ്ഷൻ, യൂസിങ് എ വെറൈറ്റി ഓഫ് വേസ് ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി സ്റ്റുഡൻസ് ലേണിംഗ് അക്രോസ് സ്കോളാസ്റ്റിക് and co-scholastic boundaries. Second option, using technical language to give feedback. Third option, making comparison between different students.
ഫോർത്ത് ഓപ്ഷൻ ലേബലിംഗ് സ്റ്റുഡൻസ് ആസ് ഇന്റലിജന്റ് ഓർ ആവറേജ് ലേണേഴ്സ്. അപ്പൊ തന്നിട്ടുള്ളതിലെ ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് അസസ്മെന്റ് അത്രയും യൂസ്ഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് പ്രോസസ് ആക്കി തീർക്കാനായിട്ട് പറ്റുന്നത്? ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ് ഉത്തരമായിട്ട് വരിക? ഫസ്റ്റ് ഓപ്ഷൻ ആണല്ലേ. കാരണം എന്താണ്? കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം? പല രീതിയിലും നമുക്ക് കളക്ട് ചെയ്യാം അല്ലെ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർവ്യൂ നടത്തിയിട്ട് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ടെസ്റ്റ് നടത്തിയിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. ഇങ്ങനെ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? കുട്ടികളെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി കുട്ടികളുടെ സ്കോളാസ്റ്റിക് ആയിട്ടുള്ളതും കോ സ്കോളാസ്റ്റിക് ആയിട്ടുള്ള കഴിവുകൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് അസസ് ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ അസസ്മെന്റ് നടത്തുമ്പോഴാണ് അത് വളരെ യൂസ്ഫുൾ ആയ രീതിയിലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്കോളാസ്റ്റിക് ആൻഡ് കോ സ്കോളാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക് ആൻഡ് നോൺ അക്കാദമിക് കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. കുട്ടി ഒരു ക്ലാസ് റൂമിൽ നിന്ന് നേടിയെടുക്കുന്ന കാര്യങ്ങളും ഉണ്ട്, അവന്റെ സ്കൂളിൽ നിന്ന് മൊത്തത്തിൽ അവൻ നേടിയെടുക്കുന്ന ചില കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അവന്റെ പഠിത്തത്തിന്റെ കാര്യങ്ങളായിരിക്കാം, ഇനി അതല്ലെങ്കിൽ ആർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഇതിനെല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം? അസസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നടത്തുന്നത്. ഒരു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നോക്കുന്നത്? കുട്ടി എന്തോരം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല നോക്കുന്നത്, അവന്റെ സോഷ്യൽ ഡെവലപ്മെന്റ് എത്രത്തോളം നടന്നിട്ടുണ്ട്, അവന്റെ മോറൽ ഡെവലപ്മെന്റ് എത്രത്തോളം നടന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഡൊമൈൻസ് വരുന്നുണ്ടല്ലേ. ഈ ഡൊമൈൻസിനെ എല്ലാത്തിനെയും നമ്മൾ എവിടെ അസസ് ചെയ്യുന്നുണ്ട്? CCയിൽ നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി എമംഗ് ലേണേഴ്സ്? തന്നിട്ടുള്ളതിലെ ഏത് കാര്യമാണ് കുട്ടികളിലെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, കൂട്ടാനായിട്ട് സഹായിക്കുന്നത്? എംഫസൈസിങ് അച്ചീവ്മെന്റ് ഗോൾസ് ഫ്രം ദ ബിഗിനിങ് ഓഫ് സ്കൂൾ ലൈഫ്. സെക്കൻഡ് ഓപ്ഷൻ, കോച്ചിങ് സ്റ്റുഡൻസ് ഫോർ ഗുഡ് മാർക്സ് ഇൻ എക്സാമിനേഷൻ. തേർഡ് ഓപ്ഷൻ, teaching students the practical value of education. Fourth option, providing opportunities to question and to nurture the innate talents of every learner. കുട്ടികൾക്ക് എക്സാമിൽ നല്ല മാർക്ക് മേടിക്കുക, അതിന് വേണ്ടിയിട്ടാണ് കോച്ചിങ് കൊടുക്കേണ്ടത്. ഇനി അതല്ലെങ്കിൽ സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരുടെ ഗോൾ എന്താണെന്നുള്ളത് എംഫസൈസ് ചെയ്യാണോ വേണ്ടത്? അതല്ലെങ്കിൽ ഗുഡ് എഡ്യൂക്കേഷന്റെ വാല്യൂസിനെ പറ്റി അവരിൽ അറിവുണ്ടാക്കുന്നതാണോ? ഇനി അതല്ലെങ്കിൽ കുട്ടികൾക്ക് അവരിൽ ഉറങ്ങിക്കിടക്കുന്ന, അവരിൽ ഇന്നേറ്റ് ആയിട്ടുള്ള ചില കഴിവുകൾ ഉണ്ടായിരിക്കും അല്ലെ, അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണോ വേണ്ടത്? അപ്പൊ ഈ 4 കാര്യങ്ങളിലെ ഏത് രീതിയിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാലാണ് കുട്ടികളിലെ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് ഫോസ്റ്റർ ചെയ്യാൻ, അതല്ലെങ്കിൽ കൂട്ടാനായിട്ട് പറ്റുന്നത്? എപ്പോഴാണ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വളരുന്നത്? എപ്പോഴാണ് വരുന്നത്? പ്രൊവൈഡിങ് opportunities to question and to nurture the innate talents of every learner. ഓരോ കുട്ടികൾക്കും എന്തുണ്ടായിരിക്കും? അവരുടേതായിട്ടുള്ള ചില കഴിവുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഇങ്ങനെയുള്ള കഴിവുകളെ വളർത്തിക്കൊണ്ട് വരാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ് എവിടെ ചെയ്യേണ്ടത്? സ്കൂൾ ലൈഫിൽ നമ്മൾ ആസ് എ ടീച്ചർ എന്ന നിലയിൽ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? ഓരോ കുട്ടികളും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കും, പുതിയ കോൺസെപ്റ്റുകൾ അവർ രൂപീകരിക്കും, അതല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ? ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈൻഡ് മാപ്പിംഗ് റെഫേഴ്സ് ടു. എന്താണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ മൈൻഡ്. സെക്കൻഡ്, റിസർച്ചിങ് ദ ഫങ്ഷനിങ് ഓഫ് ദ മൈൻഡ്. തേർഡ്, എ ടെക്നിക് ടു എൻഹാൻസ് കോംപ്രിഹെൻഷൻ. ഫോർത്ത്, എ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ആൻ അഡ്വെഞ്ചർ. അപ്പൊ ആദ്യം എന്താണ് പറയുന്നത്? എന്താണ് മൈൻഡ് മാപ്പിംഗ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓപ്ഷൻസ് നോക്കിയേ. ഒരു മൈൻഡിന്റെ ചിത്രം വരയ്ക്കുന്നു, അതല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? മൈൻഡിന്റെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് എന്തിനു വേണ്ടിയിട്ടുള്ളത്? കോംപ്രിഹെൻഷൻ അല്ലെ, കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിക്കാനായിട്ടുള്ള ടെക്നിക്കാണ് മൈൻഡ് മാപ്പിംഗ്. ഇനി ഫോർത്ത് എന്താണ് പറയുന്നത്? അതൊരു പ്ലാൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ ആൻ അഡ്വെഞ്ചർ. അപ്പൊ ഇതിലേതാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്? മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ടെക്നിക് ടു എൻഹാൻസ് കോംപ്രിഹെൻഷൻ.
നമുക്ക് ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് മുഴുവനായുള്ള സമഗ്രമായുള്ള ഒരു ചിത്രം ലഭിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഷ്വൽ ടെക്നിക്കാണ് ഏതെന്ന് പറയുന്നത്, മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള മുഴുവൻ ആശയങ്ങളും നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും, മൈൻഡ് മാപ്പിംഗിൽ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻട്രൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ തീം എന്ന് പറയുന്നത്. ആ സെൻട്രൽ തീം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു പേപ്പറിന്റെ മധ്യത്തിലായിട്ട് സെൻട്രലായിട്ട് നമ്മൾ സെൻട്രൽ തീം കൊടുക്കുന്നു. അതുമായി കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കുറെ കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്കിപ്പോ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ സെൻട്രൽ തീം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഡൊമൈൻസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. ഇങ്ങനെ കുറെ സബ് ടോപ്പിക്സ് എവിടെ വരുന്നുണ്ട്, ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സെൻട്രൽ കോൺസെപ്റ്റിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻട്രൽ കോൺസെപ്റ്റ് എഴുതി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സബ് ടോപ്പിക്സ് നമ്മൾ അതിന്റെ ചുറ്റിനും എഴുതുന്നു. ഇനി ആ സബ് ടോപ്പിക്സിൽ തന്നെ എന്താണ്, പിന്നെയും ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ കൊടുക്കാനായിട്ട് പറ്റും, മൈൻഡ് മാപ്പിംഗിൽ കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് മൈൻഡ് മാപ്പിംഗ് ഈസ് എ ടെക്നിക് ടു എൻഹാൻസ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, സമഗ്രമായിട്ടുള്ള ഒരു ചിത്രം നൽകുക അല്ലെ, ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള സമഗ്രമായ ചിത്രം നൽകുക. ക്ലിയർ ആണല്ലോ മൈൻഡ് മാപ്പിംഗ് എന്താണെന്ന്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a young child responds to a new situation on the basis of the response made by him or her in a similar situation as in the past. This is related to. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, ഒരു ചെറിയ കുട്ടി എന്ത് ചെയ്യാണ്, ഒരു പുതിയ സിറ്റുവേഷനിൽ അവൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാണ്, മുന്നേ അവന് ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ആ സിറ്റുവേഷനിൽ അവൻ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സിമിലർ സിറ്റുവേഷൻ ആസ് ഇൻ ദ പാസ്റ്റ്. ദിസ് ഈസ് റിലേറ്റഡ് ടു. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് ഞാനിങ്ങനെ കോളേജിലേക്ക് പോവാണ്. ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴി എന്ത് ചെയ്യുന്നു, എൻ്റെ ബാഗ് പൊട്ടുന്നു. എൻ്റെ ബാഗിൻ്റെ ഒരു സിബിന് ചെറിയൊരു കേട് വരുന്നു. എനിക്ക് അർജന്റായിട്ട് എന്ത് ചെയ്യണം, കോളേജിലേക്ക് എത്തണം, എനിക്ക് എക്സാം ആണ്. എനിക്കിപ്പോൾ ഒരു കടയിലൊക്കെ കയറി ഇതൊക്കെ തുന്നി മേടിക്കാനുള്ള സമയമില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നുകയാണ്, എന്ത് ചെയ്യാം, ഒരു പിന്നു കുത്തി വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഞാൻ ആ ബാഗ് പിന്നൊക്കെ കുത്തി ഞാൻ കോളേജിലേക്ക് പോകുന്നു, എക്സാം അറ്റൻഡ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ വേറൊരു അവസരത്തിൽ ഞാൻ കോളേജിലേക്ക് അർജന്റായിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടുന്നത്. ചെരുപ്പ് പൊട്ടുന്നു, എനിക്ക് ചെരുപ്പ് വേറെ മേടിക്കാനുള്ള സമയമൊന്നുമില്ല. ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, മുൻപ് എനിക്ക് ഇതുപോലെ ബാഗ് കേട് വന്നപ്പോൾ ഞാൻ പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ടെക്നിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ചെരുപ്പ് പൊട്ടുന്ന സമയത്തും ഞാൻ അപ്ലൈ ചെയ്തു നോക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, എനിക്ക് മുൻപുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് എന്താണോ ചെയ്തത് അത് ഞാൻ ഇതേ അവസരത്തിൽ എന്താണ്, ഏകദേശം ഒരേ കാര്യമാണല്ലേ, സിമിലർ സിറ്റുവേഷൻ ആണ്, അവിടെയും ഞാൻ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്തുമായാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് ഓഫ് ലേണിംഗ് പ്രോസസ്, ലോ ഓഫ് റെഡിനെസ് ഓഫ് ലേണിംഗ്, ലോ ഓഫ് അനലോഗി ഓഫ് ലേണിംഗ്, ലോ ഓഫ് ഇഫക്റ്റ് ഓഫ് ലേണിംഗ്. ഇവിടെ വന്നിട്ടുള്ള ലോ ഏതാണ്, അതല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മുൻപേ ചെയ്ത അതേ ഒരു കാര്യം നമ്മൾ ഇവിടെ പുതിയൊരു സിറ്റുവേഷനിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും ഉത്തരം വരുന്നത്, ലോ ഓഫ് അനലോഗി ഓഫ് ലേണിംഗ്. ഇത് നമ്മുടെ തൊണ്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. സാധാരണഗതിയിൽ തൊണ്ടേക്കിന്റെ 3 ലോസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ, ട്രിലോജി ഓഫ് ലേണിംഗ് എന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തൊണ്ടേക്കിന്റെ 3 കോൺസെപ്റ്റ് ആണ്. ഏതൊക്കെയാണത്, ലോ ഓഫ് റെഡിനെസ് വരുന്നുണ്ട്, ലോ ഓഫ് എക്സസൈസ് വരുന്നുണ്ട്, ലോ ഓഫ് ഇഫക്റ്റ് വരുന്നുണ്ട്. ഇതുകൂടാതെ വേറെയും ചില നിയമങ്ങൾ ആര് പറഞ്ഞിട്ടുണ്ട്, തൊണ്ടേക്ക് അദ്ദേഹത്തിന്റെ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു നിയമമാണ് ലോ ഓഫ് അനലോഗി എന്ന് പറയുന്നത്. അതായത് സമാനമായ സന്ദർഭങ്ങളോട് നമ്മൾ എന്ത് ചെയ്യുന്നു, മുന്നേ എങ്ങനെയാണോ നമ്മൾ പ്രതികരിച്ചത് അതേ പ്രതികരണം തന്നെ ചിലപ്പോൾ പുതിയൊരു സന്ദർഭത്തിലും നമ്മൾ ചെയ്യുന്നു. ഇതാണ് ലോ ഓഫ് അനലോഗിയില് തൊണ്ടയ്ക്ക് പറയുന്നത്. ക്ലിയർ ആണല്ലോ, ലോ ഓഫ്
അനലോഗി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തൊണ്ടേക്കിന്റെ ആ 3 ലോ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വേറെയും കുറച്ച് ലോസ് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലോ ഓഫ് പോളാരിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ ബെസ്റ്റ് വേ എസ്പെഷ്യലി അറ്റ് ദ പ്രൈമറി ലെവൽ ടു അഡ്രസ് ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ് ഈസ് ടു യൂസ്. അതായത് ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള വേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൈമറി ലെവലിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അവരുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വേ എന്താണ്? ഈസി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ടെക്സ്റ്റ് ബുക്സ്, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, എ വെറൈറ്റി ഓഫ് ടീച്ചിങ് മെത്തേഡ്സ് സ്യൂട്ടഡ് ടു ദ ഡിസബിലിറ്റി, എക്സ്പെൻസീവ് ആൻഡ് ഗ്ലോസി സപ്പോർട്ട് മെറ്റീരിയൽ. ഒരു ക്ലാസ് റൂം എടുത്ത് നോക്കുകയാണെങ്കിലും, അതിപ്പോൾ പ്രൈമറി ലെവലാണെങ്കിലും സെക്കൻഡറി ലെവലാണെങ്കിലും എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും ഒരു ക്ലാസ് റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല തരത്തിലുള്ള കുട്ടികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെ? അങ്ങനെയുള്ള ഒരു ക്ലാസ് റൂമിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ടീച്ചേഴ്സാണ്. അപ്പൊ നമ്മൾ പോയി നിൽക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഒരേ രീതിയിലുള്ള മെത്തേഡിൽ നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അറ്റൻഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 to 45 മിനിറ്റ്സ് മാക്സിമം ആണ്. അപ്പൊ ചെറിയ മക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ 40 മിനിറ്റ് 45 മിനിറ്റ് ഒന്നും ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് പറ്റില്ല. ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റിലിരിക്കും, കുറെ കഴിയുമ്പോൾ എന്താണ്, അവരെ ഇൻട്രസ്റ്റ് പതുക്കെ കുറഞ്ഞു വരും. അതെന്താണ്, അവരെ അറ്റൻഷനെയും ബാധിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? പല തരത്തിലുള്ള ടീച്ചിങ് എയ്ഡ്സ്, ലേണിംഗ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അഡ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് രീതിയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ്, കുട്ടികളുടെ ഡിസബിലിറ്റി അനുസരിച്ച് ഏത് രീതിയിൽ പഠിപ്പിച്ചാലാണോ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുക, ആ രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പൊ പ്രൈമറി ലെവലിലുള്ള കുട്ടികളാണ്, സാധാരണ നോർമൽ കുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് അവിടെ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്താവുന്നത്, തേർഡ് ഓപ്ഷൻ ഇവിടെ ഉത്തരമായി വരുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഷുഡ് ബി പ്രൊവൈഡഡ്. എവിടെയാണ് നമ്മൾ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഇൻ സ്പെഷ്യൽ സ്കൂൾസ്, ബൈ സ്പെഷ്യൽ ടീച്ചേഴ്സ് ഇൻ സ്പെഷ്യൽ സ്കൂൾസ്, അലോങ് വിത്ത് അതർ നോർമൽ ചിൽഡ്രൻ, ബൈ ദ മെത്തേഡ്സ് ഡെവലപ്ഡ് ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻ ഇൻ സ്പെഷ്യൽ സ്കൂൾസ്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണല്ലേ. എന്താണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? കുട്ടികളെ അവരുടെ കഴിവോ കഴിവുകേടോ പരിഗണിക്കാതെ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്താണ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ കൂടുതലായും ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ പ്രായത്തിലുള്ള സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി, അവന് ചെറുതായിട്ട് എന്താണ് കാഴ്ചയ്ക്ക് കുറവുണ്ട്, ചെറുതായിട്ടൊരു ബ്ലൈൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ്, ആദ്യകാലങ്ങളിലൊക്കെ അവരെന്നെ സെപ്പറേറ്റ് സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും എന്താണ്, ആ കുട്ടിയുടെ മനസ്സിലൊരു തോന്നലുണ്ടായിരിക്കും അല്ലേ, എനിക്ക് എന്തോ ഒരു കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സാധാരണ കുട്ടികളുടെ കൂട്ടത്തിൽ ഇരിക്കാത്തത്, ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള സ്കൂളുണ്ട്, ഞങ്ങൾ അവരെക്കാളും എന്താണ് ഇൻഫീരിയർ ആയിട്ട് നിൽക്കുന്ന, അതല്ലെങ്കിൽ അവരെക്കാളും താഴെ നിൽക്കുന്ന ഒരു വിഭാഗമാണ് എന്നുള്ള തോന്നൽ ആ കുട്ടിയുടെ മനസ്സിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ആ ഒരു ചിന്ത എന്താണ് ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് ആ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റിനെയും ബാധിക്കും. ആ കുട്ടിയുടെ മോറൽ ഡെവലപ്മെന്റിനെ ബാധിക്കും, ഇമോഷണൽ ഡെവലപ്മെന്റിനെ ബാധിക്കും, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ ബാധിക്കും, സോഷ്യൽ ഡെവലപ്മെന്റിനെ ബാധിക്കും, എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റിനെയും ബാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്. എല്ലാവരും എന്ത് ചെയ്യട്ടെ, ഒന്നിച്ചിരുന്ന് ഒരുപോലെ ഇരുന്ന് പഠിക്കട്ടെ. അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ കുട്ടികളാണെങ്കിലും അതല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യൽ നീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെയും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അലോങ് വിത്ത് അതർ നോർമൽ ചിൽഡ്രൻ, അവരും ഒരു സാധാരണ സ്കൂളിൽ ഇരുന്ന് കാര്യങ്ങൾ പഠിക്കട്ടെ. അപ്പോൾ സാധാരണ ടീച്ചർ തന്നെ സാധാരണ ഒരു കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ സാധാരണ ഒരു സിലബസ് വെച്ച് ഇവരെയും എന്ത് ചെയ്യണം,
പഠിപ്പിച്ച് എടുക്കണം. ഇനി എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിസോഴ്സ് ടീച്ചറിന്റെ സഹായം ക്ലാസ് ടീച്ചർക്ക് നേടാം. ഇങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ കൂടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ പറയുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ കാര്യങ്ങൾ? ബേസിക് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ്. സാധാരണഗതിയിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗത്ത് നിന്നും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements cannot be considered as a feature of the process of learning? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് cannot be considered എന്നാണ് പറഞ്ഞത്. ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുമായി ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ലേണിംഗ് ഈസ് എ ഗോൾ ഓറിയന്റഡ്. സെക്കൻഡ് എന്താണ്? അൺലേണിംഗ് ഈസ് ഓൾസോ എ ലേണിംഗ് പ്രോസസ്. തേർഡ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദ ഓൺലി പ്ലേസ് വെയർ ലേണിംഗ് ടേക്ക് പ്ലേസ്. ഫോർത്ത് ഓപ്ഷൻ, ലേണിംഗ് ഈസ് എ കോംപ്രിഹെൻസീവ് പ്രോസസ്. തന്നിട്ടുള്ളതിൽ ലേണിംഗ് പ്രോസസ്സുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഏതാണ് കണക്ട് ചെയ്യാൻ പറ്റാത്തത്? സി ആണല്ലേ. എന്താണ് സിയിൽ പറയുന്നത്? തേർഡ് ഓപ്ഷൻ എന്താ പറയുന്നത്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദ ഓൺലി പ്ലേസ്. ആണോ? സ്കൂൾ അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണോ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്? അതല്ല, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട് അല്ലെ? അതും എന്താണ്? ഒരു തരത്തിൽ ലേണിംഗ് ആണ്. അപ്പൊ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല എന്ത് ചെയ്യുന്നത്? ലേണിംഗ് പ്രോസസ്സ് നടത്തുന്നത്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ വീട്ടിൽ നിന്ന് അതല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ പഠിച്ചെടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ബസ്സിലെ അതുവരെ കാണാത്ത പുതിയ ആൾക്കാരുടെ അടുത്തുനിന്ന് പോലും ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. ചില അവസരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെക്കാൾ ചെറിയ മക്കളുടെ അടുത്തുനിന്ന് പോലും നമ്മൾ പുതിയ ചില കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഒരു ഇച്ചിരി എന്താണ് പെഡഗോജി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കേട്ടറ്റ് എക്സാം ഇങ്ങ് എത്തിയല്ലേ, കൃത്യമായിട്ട് നമ്മൾ റിവിഷൻ സ്റ്റേജിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിനുള്ള സമയമില്ല? അപ്പോൾ സിലബസ് എടുത്തു വെച്ച് അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ ഡീറ്റെയിൽ ആയിട്ടിരുന്ന് വായിച്ച് അതിനെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി പഠിക്കാനുള്ള സമയം ഇനി നമ്മുടെ മുന്നിലില്ല. അപ്പോൾ സ്മാർട്ട് ലേണിംഗ് ആണ് ഇനി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഏരിയാസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ആ ഭാഗത്തു നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. ഇനി ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് ഒരു ക്ലാസിന്റെ രൂപത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് പറയുക. നമ്മൾ ഉറപ്പായിട്ടും അടുത്തൊരു സെഷനിൽ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. ഇവരുന്ന കേട്ടിട്ട് എല്ലാവരും നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു.